വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൻ. ഇന്ന് നമുക്ക് അവലോസ് പൊടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് പച്ചരി ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ട് വെച്ച് നന്നായിട്ട് കഴുകി ഇങ്ങനെ വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു അരിപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ വെള്ളവും ഇങ്ങനെ താഴെ കൂടെ വാർന്നു പോയതിന് ശേഷം ഇത് ഡ്രൈ ആയതിനു ശേഷം വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ അരി ഇങ്ങനെ പേപ്പറിലിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെള്ളം മാറ്റി ഉണക്കിയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അഥവാ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഇതുപോലെ അവലോസ് പൊടി തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെ വെള്ളം വാരാനായിട്ട് ഒരു അരിപ്പിലോ അരിപ്പെട്ടിയിലോ വല്ലതും വെച്ചതിന് ശേഷം ന്യൂസ് പേപ്പർ പരത്തിയിട്ടിട്ട് അതിനകത്ത് ഈ അരി ഒരു അരമണിക്കൂറോളം ഒന്ന് വെള്ളം നന്നായിട്ട് വാർന്നു പോകാനായിട്ട് ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഈർപ്പം മാറിയതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ അവലോസ് പൊടി പെട്ടെന്ന് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇങ്ങനെ വെള്ളം വാർന്ന് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. 1.5 കപ്പ് പച്ചരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിന് ഞാനിവിടെ 1.5 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ കുറച്ച് തേങ്ങയുടെ അളവ് കൂടുതലാണ് ചേർക്കുന്നത്. ഇത്ര വേണ്ടെന്നുള്ളവർക്ക് തേങ്ങയുടെ അളവ് കുറച്ച് കുറയ്ക്കുക വേണമെങ്കിലും ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു നുള്ളു ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാൻ മധുരവും കൂടെ ചേർത്താണ് ഇത് തയ്യാറാക്കി വെക്കുന്നത്. ചിലരങ്ങനെ മധുരം ചേർക്കാറില്ല, മധുരം ചേർക്കാതെയാണ് തയ്യാറാക്കി വെക്കുന്നത്. ആവശ്യാനുസരണം മധുരം ചേർക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ കുറച്ച് മധുരവും കൂടെ ചേർത്ത് ഇങ്ങനെ റെഡി മിക്സ് ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പം എടുത്ത് കഴിക്കുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കി വെക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ മധുരം ചേർക്കണ്ടെന്നുള്ളവർക്ക് ഈ പഞ്ചസാരയുടെ കാര്യം ഒഴിവാക്കുക ചെയ്യാം. ഇനി നമുക്ക് ആദ്യം ഈ അരി ഒന്ന് പൊടിച്ചെടുക്കാം. അവലോസ് പൊടിക്കുള്ള അരിപ്പൊടി ഒരുപാട് ഫൈൻ പൗഡറായിട്ടൊന്നും എടുക്കണമെന്നില്ല, ചെറിയ തരികളോട് കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഏകദേശം നമ്മൾ പുട്ടിനൊക്കെ പൊടിച്ചെടുക്കുന്നത് പോലെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാൻ എടുത്തു വെച്ചിട്ടുള്ള അരിയുടെ പകുതി അളവിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് അരിച്ചെടുക്കുന്നൊന്നുമില്ല. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഞാനിവിടെ എടുത്തു വെച്ചിരുന്ന 1.5 കപ്പ് അരിയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് വറുക്കുന്ന ചീഞ്ചട്ടി തന്നെയാണ് ഈ പൊടി ഇട്ട് വെച്ചിരിക്കുന്നത്. നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്ത് ആദ്യം അരിപ്പൊടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് വറുത്തെടുക്കാം. ആദ്യം വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല, കാരണം ഒരു ഈർപ്പമുള്ളത് കൊണ്ട് ഇത് ചൂടായി കിട്ടാനായിട്ട് കുറച്ച് സമയം പിടിക്കും. ഇത് ഏകദേശം ഒരു 5-6 മിനിറ്റ് ഒന്ന് ചൂടായതിന് ശേഷം വേണം നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം നമുക്കൊരു 4-5 മിനിറ്റ് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വറുത്തെടുക്കാം. കഴിവതും കൈ മാറാതെ തന്നെ ഇത് ഇളക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 4-5 മിനിറ്റ് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. മാവ് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിം ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് ഫ്ലെയിം വേണമെങ്കിൽ കുറച്ച് വയ്ക്കാം. പക്ഷെ ആദ്യം ഒരു 5-6 മിനിറ്റ് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, കാരണം മാവിനൊരു ഈർപ്പം ഉള്ളതുകൊണ്ട് അങ്ങനെ അടി പിടിക്കാനൊന്നും ചാൻസ് ഇല്ല, കരിഞ്ഞു പോകാനൊന്നും ചാൻസ് ഇല്ല. മാവ് നന്നായിട്ടൊന്ന് വെന്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്ന് നല്ല ഡ്രൈ ആവുന്ന സമയത്താണ് ഇതൊന്ന് പുകഞ്ഞു വരാൻ ചാൻസ് ഉള്ളത്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ശ്രദ്ധിക്കാമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ പെട്ടെന്ന് വറുത്തെടുക്കാം. മാവിന് ഏകദേശം നന്നായിട്ടൊരു ചൂട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ജീരകവും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ നേരത്തെ വറുത്തുകൊണ്ടിരുന്നത് പോലെ തന്നെ മാവ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചൂടാക്കിയെടുക്കുക. ഇനി ഒരു 4-5 മിനിറ്റ് ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കുറച്ച് അവലോസ് പൊടിയൊക്കെ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുമ്പം അധികം ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. കൂടുതലായിട്ട് ചെയ്യുമ്പോഴാണ് ഇത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്കൊരു 3 കപ്പ് പച്ചരി വരെ ഇട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് ഒന്ന് ചൂടായി കിട്ടണം. മാവ് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി തേങ്ങയും അരിമാവും എല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണം. നമുക്ക് കുറച്ച് സമയം കൂടെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചൂടാക്കിയെടുക്കാം. തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം ഞാനൊരു 4-5 മിനിറ്റായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് നിറം മാറി വരുന്നുണ്ട്. തേങ്ങയുടെ പച്ചമണമെല്ലാം നന്നായിട്ട് നമുക്ക് മാറി കിട്ടണം. ഇത് മൂത്ത് കുറച്ചും കൂടെ ഇളം ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഏറ്റവും അവസാനമാണ് നമ്മൾ തേങ്ങ ചേർത്ത്
തേങ്ങ ചേർത്തതിന് ശേഷം ഏറ്റവും അവസാനമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 90% ആയതിനു ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മുടെ അരിപ്പൊടി ഏകദേശം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതിൻ്റെ നിറമൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട്. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇളക്കുമ്പോൾ തന്നെ അറിയാം, ചെറുതായിട്ടൊരു മണൽ തരി പോലെ നമ്മുടെ ഈ അരിപ്പൊടി മാറി വരും. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമുക്ക് 2-3 മിനിറ്റും കൂടെ അരി ഇങ്ങനെ നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ ഈർപ്പമെല്ലാം മാറിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരും. തേങ്ങയുടെ ഈർപ്പമെല്ലാം ഈ അരിപ്പൊടി വലിച്ചെടുത്ത് നല്ല ഡ്രൈ ആവും, നല്ലൊരു മണവും വരും. അതുവരെ നമുക്കിത് മൂപ്പിച്ചെടുക്കാം. അരിപ്പൊടി ഏകദേശം 90% നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് ചെയ്യേണ്ടെന്നുള്ളവർക്ക് ഇത് അപ്പാടെ ഒഴിവാക്കുകയും ചെയ്യാം. നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതിയാവും. ഇതിപ്പം പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ നിറം മാറി വരും. പഞ്ചസാര ചെറുതായിട്ടൊന്ന് ഉരുകി ഇതിൻ്റെ കൂടെ ചേർന്ന് നല്ലൊരു മണം വരും. ഇനി ഒരു 4-5 മിനിറ്റും കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഏകദേശം ഒരു 4-5 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ അവലോസ് പൊടി തയ്യാറായിട്ടുണ്ട്. ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകിൽ ഉടനെ തന്നെ വേറൊരു പാത്രത്തിൽ മാറ്റുക, ഇല്ലെങ്കിൽ ഈ ചെറു ചൂടിൽ വെച്ച് തന്നെ, കാരണം ഈ പാത്രത്തിന് ഒരു ചൂട് കാണും. ആ ചൂട് കൊണ്ട് നമ്മുടെ അവലോസ് പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ആ ചൂട് കൊണ്ട് തന്നെ നമുക്ക് 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് അത് മൊരിഞ്ഞ് കിട്ടും. കഴിവതും ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ചെറിയ തരികളെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ രുചികരമായ അവലോസ് പൊടി തയ്യാറായി കഴിഞ്ഞു. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.